ബിഗ് ബോസ് സീസൺ 7 തുടങ്ങാൻ കാത്തിരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും. ഇപ്പോൾ ബിഗ് ബോസിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ചെറിയൊരു നിരാശയാണ് പുറത്തു വരുന്നത് എന്ന് പറയാം. ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ച് ബിഗ് ബോസ് മലയാളം തുടങ്ങാൻ നിൽക്കുന്ന തീയതി കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇതുവരെ നിൽക്കുന്നില്ല എന്നെല്ലാവരും ചോദിക്കുന്നു. ഓഡീഷൻ പോലും നടത്തിയിട്ടില്ല എന്നെല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഇത്തവണ മോഹൻലാൽ ആയിരിക്കില്ല അവതാരകനെന്നും അദ്ദേഹത്തിനെ അവതരണത്തിൽ നിന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത് തന്നെ അദ്ദേഹവുമായി സംസാരിക്കുകയാണെന്നും പറയുന്നു. ഇത്തവണ ബിഗ് ബോസ് മലയാളം 7 മാർച്ചിലില്ല എന്നും ആരംഭിക്കുന്നത് അടുത്ത മാസമാണെന്നും ഏഷ്യാനെറ്റിന്റെ മുന്നറിയിപ്പുമായി നിരവധി പേർ പറയുന്നുണ്ട്. പുതുവർഷം പിറന്നിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 സംബന്ധിച്ച വലിയ വിമർശനങ്ങളൊന്നും പുറത്തു വരാത്തതിന്റെ നിരാശയിലാണ് പ്രേക്ഷകരെല്ലാവരും. മുൻവർഷങ്ങളിലൊക്കെ തന്നെയും സമയമാകുമ്പോഴേക്കും പുതിയ സീസണിൽ ആരൊക്കെ മത്സരാർത്ഥികൾ എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിയുമായിരുന്നു. ഞാൻ ഏത് ആർമി എന്ന് പോലും എല്ലാവരും സംസാരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊന്നും തന്നെ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചർച്ചകളോട് നിൽക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ അപ്ഡേറ്റുകളൊന്നും വരാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് പറയാം. ഇന്നലെ ഓഡിഷൻ സംബന്ധിച്ച് പോലും ഒരു സൂചന ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നും പറയുന്നു. ഇത്തവണ എന്തായാലും ബിഗ് ബോസ് വൈകുമെന്ന കാര്യം ഉറപ്പാണ്. മുൻ സീസണുകൾ ഏപ്രിൽ അവസാനമോ മാർച്ച് ആദ്യമോ ഒക്കെ ആരംഭിച്ചെങ്കിലും ഇത്തവണ ജൂൺ വരെയെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ആദ്യ ബിഗ് ബോസ് ഉണ്ടായിരുന്നത് ജൂലൈയിലായിരുന്നു. അതുപോലെ ചിലപ്പോൾ തുടങ്ങാൻ കാത്തിരിക്കുകയായിരിക്കുമെന്നും പറയുന്നുണ്ട്. ബിഗ് ബോസ് മലയാളം ഒക്കെ ജൂണിൽ ആരംഭിച്ചപ്പോൾ അത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരുന്ന ഒന്നായിരുന്നു. ഇതിന് സമാനമായി സീസൺ 7 ജൂണിലേക്ക് മാറ്റാൻ നിർമ്മാതാക്കൾ ആലോചിക്കുന്നുണ്ട് എന്നും സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ മാർച്ചിൽ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നും, എന്നാൽ മത്സരാർത്ഥികൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാവർക്കും അറിയുന്നവരായിരിക്കില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ അവിടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാലോ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാലോ എല്ലാവരും അറിയും. അതുകൊണ്ട് തന്നെ അവിടെ ആയിരിക്കില്ല സെറ്റെന്നും, സെറ്റ് ഇത്തവണ കേരളത്തിലായിരിക്കും എന്ന് പോലും വാർത്തയിൽ പറയുന്നുണ്ട്. കേരളത്തിലെ ബിഗ് ബോസ്, അതായത് മലയാളം ബിഗ് ബോസിൽ വരാൻ പോകുന്ന ആൾക്കാർ പോലും കേരളത്തിൽ നിന്നുള്ളവരായിരിക്കില്ല എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് സത്യമെന്ന് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ തന്നെയും വാർത്തയിൽ വരുന്നത് കൊണ്ട് വാർത്താ പ്രാധാന്യമുള്ളവ തന്നെയാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്നാൽ ബിഗ് ബോസ് സീസൺ 7 എന്ന് തുടങ്ങുമെന്നുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക്. മോഹൻലാൽ ഉണ്ടാകുമോ എന്നതും വളരെയധികം ചോദ്യമാണ്. മോഹൻലാൽ അവതാരകനല്ലാത്തൊരു ഷോ കാണാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. കമലഹാസനായിരുന്നു ഇത്രയും നാളും തമിഴ് ബിഗ് ബോസ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇത്തവണ മുതൽ അത് വിജയ് സേതുപതിയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു, മോഹൻലാൽ ഈ സീസണിൽ ഉണ്ടാകില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇത് വൈകുന്നതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മോഹൻലാലുമായി സംസാരിക്കുകയാണെന്നും ചിലപ്പോൾ അദ്ദേഹം സമ്മതിക്കുമെന്നും തോന്നുന്നുണ്ട്. എന്നാൽ അദ്ദേഹം സമ്മതിക്കാതെ വന്നാൽ മറ്റൊരു താരത്തിനെ പകരക്കാരനായി കാണാൻ പോലും സാധിക്കില്ല എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അതും പ്രേക്ഷകരുടെ കാര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഇപ്പോൾ ചാനൽ ഇക്കാര്യത്തിൽ കൂടുതൽ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.